ഹലോ. ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചിട്ടില്ലാത്തവരുണ്ടോ എന്നെപ്പോലെ? റീൽസുകൾ പലത് കണ്ടിട്ടുണ്ടെങ്കിലും പോകാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അയ്യപ്പൻ ബ്രോയുടെ വക ഒരു ഓഫർ കിട്ടുന്നത്. ഷാരിയും വെച്ചും കുറേ സെർച്ച് ചെയ്ത് പല ഡെസ്റ്റിനേഷനുകൾ നോക്കിയെങ്കിലും ഒരു തീരുമാനം ആകുന്നില്ലായിരുന്നു. നല്ല റിവ്യൂസ് ഉള്ളതിന്റെ ദൂരക്കൂടുതൽ, അടുത്തുള്ളത് നോക്കുമ്പോഴോ ഒന്നെങ്കിൽ റിവ്യൂ മോശം, അല്ലെങ്കിൽ ആംബിയൻസ് പോരാത്ര. ഫൈനലി ആംബിയൻസും ദൂരവും ഒക്കെ ഏറെക്കുറെ ഓക്കെ ആയ കരിയിലക്കല്ലിലേക്കാണ് ഞങ്ങൾ പോയത്. ഫുഡിനെ പറ്റി റിവ്യൂ നോക്കിയപ്പോൾ മിക്സഡ് റിവ്യൂ ആയിരുന്നുവെങ്കിലും ലാസ്റ്റ് അവിടെ തന്നെ പോകാനാണ് ഡിസൈഡ് ചെയ്തത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് കൂടി ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നമ്മളും കൂടുതൽ എഫേർട്ട് ഇട്ട് എനർജി വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ സെർച്ചിങ്ങിലോ ഡിസ്കഷനിലോ ഒന്നും ഞാൻ കാര്യമായി ഇടപെട്ടിരുന്നില്ല. മടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ടിപ്പിക്കൽ കള്ളുഷാപ്പ് മൈൻഡിൽ എക്സ്പെക്ട് ചെയ്തു പോയ എനിക്ക് ആ പ്ലേസ് തികച്ചും സർപ്രൈസിങ് ആയിരുന്നു. ഒരു ഹൈടെക് കള്ളുഷാപ്പ് വിത്ത് അസാധ്യ ആംബിയൻസ്. ആദ്യമായി കള്ളു കുടിക്കുന്നതിന്റെ ചമ്മലൊന്നും മുഖത്തില്ലല്ലോ അല്ലേ? പാൽ കപ്പ, സാദാ കപ്പ, ഞണ്ട് റോസ്റ്റ്, കൊഞ്ച് കറി, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, പൊറോട്ട, അപ്പം ഒക്കെ ഓർഡർ ചെയ്തു. എല്ലാം ഒന്നിനൊന്നിന് ടേസ്റ്റ്. ആകെ ബീഫ് റോസ്റ്റിന്റെ മസാല മാത്രം ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം ഒരേ പൊളിയെന്ന് തന്നെ പറയാം. കഴിക്കാൻ വയർ കടമെടുക്കേണ്ട അവസ്ഥ. ഒരുവിധം എല്ലാം ഫിനിഷ് ചെയ്ത് കായൽ തീരത്തേക്ക് വൈബടിക്കാനും ഫോട്ടോ സെഷനുമായിട്ട് ഞങ്ങൾ ഇറങ്ങി. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്താലും മുഷിയാത്ത ഒരു പ്ലേസ്. കുട്ടികൾക്കുള്ള വിശാലമായ ഒരു പ്ലേയിങ് ഏരിയ, കയാക്കിംഗ് പോലെയുള്ള വാട്ടർ ഗെയിംസിനൊക്കെയുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഒരു വശം കായലായത് തന്നെ പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പ്ലേസ്. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ മനോഹരമായ ഒരു ഹോളിഡേ. ആദ്യമായിട്ട് ഷാപ്പിൽ പോയ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അത്രയേ ഉള്ളൂ. ബൈ.